ഇനി നമുക്ക് ഈ കാണുന്ന 12 വോൾട്ടിന്റെ മോട്ടറിന്റെ സ്പീഡൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ IRFZ449 എന്ന് പറയുന്ന മോസ്ഫെറ്റ് എടുത്തിട്ടുണ്ട്. 3 പിന്നാണ് വരുന്നത്, സോഴ്സ്, ഗേറ്റ്, ഡ്രെയിന്, പിന്നെ 100K ഒരു പൊട്ടൻഷ്യോമീറ്ററും വേണം. ഇനി നമുക്ക് കണക്ഷനിലേക്ക് നോക്കാം. മോസ്ഫെറ്റിന്റെ സെന്റർ പിൻ എടുത്തിട്ട് നേരെ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഒരു സൈഡിലുള്ള പിന്നിലേക്കാണ് കണക്ട് ചെയ്യുക. ഇനി അടുത്തത് മോസ്ഫെറ്റിന്റെ ഗേറ്റ് എന്ന് പറഞ്ഞ പിന്നിൽ നിന്ന് നേരെ പൊട്ടൻഷ്യോമീറ്ററിന്റെ സിഗ്നൽ പിന്നിലേക്ക് കണക്ട് ചെയ്യുക, അതായത് സെന്ററിലുള്ള പിന്നിലേക്ക്. ഇനി നമ്മളൊരു 100K റെസിസ്റ്റർ എടുക്കുന്നുണ്ട്, അത് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഗ്രൗണ്ട് പിന്നിലേക്ക് കണക്ട് ചെയ്യുക. 12 വോൾട്ട് സപ്ലൈക്ക് വേണ്ടി നമ്മളൊരു ഫീമെയിൽ പോർട്ട് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഗ്രൗണ്ട് എടുത്ത് നേരെ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ റെസിസ്റ്ററിന്റെ ഒരു അറ്റത്തേക്ക് കണക്ട് ചെയ്താൽ മതി. ഏകദേശം കണക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടർ കണക്ട് ചെയ്താൽ മതി. മോട്ടറിന്റെ ഒരു പിന്നെ നേരെ മോസ്ഫെറ്റിന്റെ ബാക്കി വന്ന ഒരു പിന്നിലേക്കും ഒന്ന് നേരെ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കണക്ഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നേരെ 12 വോൾട്ട് സപ്ലൈ എടുക്കുക. പൊട്ടൻഷ്യോമീറ്റർ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫാനിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ആവുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇലക്ട്രോണിക് കണ്ടന്റ് വീഡിയോ സബ്സ്ക്രൈബ്